2002 ഒക്ടോബർ 25-നാണ് പൃഥ്വിരാജിനെ നായകനാക്കി എ.കെ. സാജൻ സംവിധാനം ചെയ്ത സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രം റിലീസായത്. പിറ്റേ ദിവസം മകന്റെ പേരിൽ സ്വന്തമായി ഫാൻസ് അസോസിയേഷൻ എന്ന ബാനറുമായി വന്ന മല്ലികയെ ഓർക്കുന്നുണ്ടെന്നാണ് ഗോപൻ ചെന്നിത്തല ഫേസ്ബുക്കിൽ കുറിച്ചത്. പൃഥ്വിയുടെ പേരിൽ ഫാൻസ് അസോസിയേഷൻ എന്നത് ആരും ചിന്തിക്കും മുമ്പെയാണ് മല്ലികയുടെ ഈ നീക്കമെന്നും ബാനറിന്റെ ഒരറ്റം പിടിച്ചു കെട്ടുമ്പോൾ ഞാനും ജാതകമറിയാത്ത സംഘത്തിൽപ്പെട്ട ഒരാളായി പോയത് സ്വാഭാവികമെന്നും ഗോപൻ കുറിച്ചു. മല്ലികയുടെ കുടുംബത്തിന് ഈ പ്രസ്ഥാനം ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടില്ലെന്നും മരുമകളുടെയും പൃഥ്വിയുടെയും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ തോത് വർദ്ധിക്കുമ്പോൾ മാത്രമാണ് ഈ സംഘടനയെ നെഞ്ചിലേറ്റിയവർ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സംഘി എന്ന നിലയിൽ പൃഥ്വിരാജ് നൽകിയ പണിയാണ് ഷൂട്ടിംഗ് ആരംഭിച്ച് എല്ലാ വർക്കുകളും പൂർത്തീകരിച്ച തന്റെ മോഹൻലാൽ ചിത്രം നിന്നുപോകാൻ കാരണമെന്നും ഭാഗ്യചിത്ര ഫിലിംസിന്റെ ഉടമ കൂടിയായ ഗോപൻ ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ഇക്ബാൽ കുറ്റിപ്പുറം തിരക്കഥ എഴുതിയ അന്നത്തെ ബിഗ് ബജറ്റ് ചിത്രം കസിൻസ് എന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രത്തെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ചിത്രത്തെക്കുറിച്ച് വലിയ വാർത്തകൾ വന്നെങ്കിലും പിന്നീട് ഈ പ്രോജക്റ്റ് നിന്നുപോയതിനെക്കുറിച്ച് സംവിധായകൻ ലാൽ ജോസും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ സിനിമ നിന്നുപോയതിൽ മല്ലികയുടെ മകന് വലിയ പങ്കുണ്ടെന്നും അങ്ങനെ ആദ്യം എന്റെ ജാതകം കുറിച്ച വ്യക്തിയാണ് ചേച്ചിയുടെ ഇളയ മകൻ ഉലകനായകനെന്നും മല്ലികയെ ഗോപൻ ഓർമ്മിപ്പിക്കുന്നു. സുരേഷ് ഗോപിയെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ടൈം എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയാണ് ഗോപൻ ചെന്നിത്തല. ഈ വാർത്ത ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾകം മീഡിയ.